ഹായ് ഹലോ ഗായ്സ്, നമ്മുടെ വിഷ്ണു ശാലിനി അയ്യേഴ്സ് നമ്മുടെ അവിടെ എത്തിക്കഴിഞ്ഞു. ശാലിനി വിഷ്ണു അയ്യേഴ്സ് എന്നുള്ള ബോർഡൊക്കെ വെച്ച് കളക്ടറായിട്ട് അവിടെ ചാർജ് എടുത്തിരിക്കുന്ന ഒരു എപ്പിസോഡാണ് ഞാൻ റിവ്യൂ ആയിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണേണ്ടതാണ്. പിന്നെന്താ, ലൈക്ക് തരണം, സബ്സ്ക്രൈബും തരണം. അപ്പോൾ നമുക്ക് റിവ്യൂ കേൾക്കാം. നമ്മുടെ ചന്ദ്രബോസ് പിന്നെ സുസ്മിതയോട് പറയുന്നുണ്ട് മറ്റേ കളക്ടർ മാറിപ്പോയതും അയാളെ തെറിപ്പിച്ചതൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ സുസ്മിത അന്തം വിട്ട് നിൽക്കുകയാണ്. കാര്യം, ആ കളക്ടർക്ക് 3 കോടി രൂപ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് പോയല്ലോ എന്നോർത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട്, പോയത് പോയി, ഇനി നീ വരുന്ന കളക്ടറെ പൂർവാധികം ഭംഗിയോടെ ഒന്ന് സ്വീകരിക്കാൻ നോക്ക്, നമ്മൾക്ക് കയ്യിലെടുക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബോസ് നല്ല കാര്യങ്ങളൊക്കെ സുസ്മിതയെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ ശരി ചിറ്റപ്പ എന്നൊക്കെ പറഞ്ഞ് പിറ്റേന്ന് രാവിലെ നമ്മുടെ മേയറായ സുസ്മിതയും ACP ആയ ചന്ദ്രബോസും സുസ്മിതയുടെ ഹസ്ബൻഡ് ജഗദീപ് കുമാറും കളക്ടറേറ്റിലെ സ്റ്റാഫുകളും വേറെ കുറച്ച് ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ കളക്ടർ ആരാന്നറിയാതെ അവർ സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ശാലിനി അവിടെ നിന്ന് ഇങ്ങനെ കളക്ടറുടെ കാറിൽ പോലീസ് എസ്കോട്ടൊക്കെ ആയിട്ട് വരികയാണ്. അതിടയ്ക്ക് കാണിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ കളക്ടറേറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സുസ്മിത ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്, എന്നാൽ ഇപ്പോൾ വരുന്നത് ആരായിരിക്കും? നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആളായിരിക്കുമോ? എനിക്ക് വേറെ ഒന്നും വേണ്ട, സത്യഭാമയുടെ അധപതനം, അവർ ഇവിടെ ഇരുന്ന് അധപതിക്കുന്നതാണ് എനിക്ക് കാണേണ്ടത്, മറ്റൊന്നും എനിക്ക് വേണ്ട എന്നൊക്കെ നമ്മുടെ സുസ്മിത പറയുന്നുണ്ട്. അതൊക്കെ നടക്കൂടി, നീ ധൈര്യമായിട്ടിരിക്കുക, ഇപ്പോൾ വരുന്ന ആളിനെ നമ്മൾ കാര്യമായിട്ടൊന്ന് നോക്കിയാൽ മതി, അത് അത്രയേ ഉള്ളൂ കാര്യം എന്നൊക്കെ പറയുമ്പം നമ്മുടെ സുസ്മിത പറയുന്നുണ്ട്, അത് ചിറ്റപ്പ എൻ്റെ 3 കോടി രൂപ പോയില്ലേ, അത് വെറുതെ കളഞ്ഞില്ലേ, അയാൾക്ക് കൊടുത്തില്ലേ എന്നൊക്കെ പറയുമ്പോൾ പോയത് പോയി, നീ ഇനി മിണ്ടാതിരിക്കുക, നിനക്ക് വേറെ കുഴപ്പമില്ല, നീ ഇപ്പോൾ കൊണ്ടു കിടക്കുന്ന നിൻ്റെ ഏതോ ഭർത്താവുണ്ടല്ലോ, അവനാ നിൻ്റെ എല്ലാ നാശങ്ങൾക്കും കാരണമെന്ന് പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട്, അയ്യോ അത് ഞാൻ കൊണ്ടു നടക്കുന്നതല്ല, ഞാൻ മനഃപൂർവ്വം വിളിക്കുന്നതാണ്, കാര്യം ഒറ്റയ്ക്ക് എവിടെയെങ്കിലും വിടാൻ എനിക്ക് പേടിയാണ്, ഇപ്പോൾ തന്നെ 2 ദിവസത്തിന് മുന്നേ സ്റ്റാച്യൂവിൽ കുറച്ച് സ്ഥലങ്ങൾ കൊടുക്കാനുണ്ട്, മേയറാണ് മേയറിൻ്റെ എല്ലാ ഒത്താശയും കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, നോക്കിയപ്പോൾ അത് സ്റ്റാച്യൂവിലെ സ്ഥലമാണ് എന്നൊക്കെ അതിനെന്താ, സ്റ്റാച്യൂവിൽ നല്ല സ്ഥലമാണെങ്കിൽ നമുക്ക് ആരും ഇല്ലാതെ കിടക്കുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് കൊടുക്കാമെന്നൊക്കെ നമ്മുടെ ചന്ദ്രബോസ് പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട്, അയ്യോ അതാ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെയാണ്, സെക്രട്ടേറിയറ്റൊക്കെ ഇരിക്കുന്ന ഭാഗങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവന് മുഴുവട്ട എന്നൊക്കെ നമ്മുടെ ചന്ദ്രബോസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കളക്ടർ വന്നിറങ്ങുന്നുണ്ട്. കളക്ടർ വന്നിറങ്ങുന്ന നല്ല കിടിലം ഒരു എപ്പിസോഡാണ്. അപ്പം കളക്ടർ വന്നിറങ്ങിയിട്ട് നേരെ നമ്മുടെ സുസ്മിത കാണുമ്പോൾ തന്നെ അന്തളിച്ച് പോകുന്നുണ്ട്, കൂടെ നമ്മുടെ ACPയും. അപ്പം ജഗദീപ് കുമാർ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്, ശാലിനി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ജഗദീപ് കുമാർ നമ്മുടെ ACPയുടെ കയ്യിലിരുന്ന ബൊക്ക വാങ്ങിച്ച് നമ്മുടെ കളക്ടറായ ശാലിനിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ഹാർട്ടി വെൽക്കം മാഡം എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ജഗദീപിന് സുഖമാണോ എന്നൊക്കെ നമ്മുടെ കളക്ടർ അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ അവിടെ നിന്ന് എല്ലാവരെയും ഒന്ന് നോക്കി പരിചയപ്പെട്ടതിന് ശേഷം സുസ്മിതയുടെ അടുത്ത് നിന്ന് ജഗദീപ് കുമാർ പറയും, നീ കളക്ടർ സ്വീകരിക്കാനല്ലേ ഈ മാല വാങ്ങിയത്, അതെന്താ ഇട്ട് കൊടുക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് സുസ്മിത അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സുസ്മിത പറയുന്നുണ്ട്, പൂക്കൾ പോലെയാണ്, ഇന്ന് നല്ല ഭംഗിയായിരിക്കും, പക്ഷെ നാളെ അത് വാടിപ്പോകുന്നൊക്കെ. പക്ഷെ അപ്പം നമ്മുടെ ശാലിനി തിരിച്ചും പറയുന്നുണ്ട്, കാട്ടിൽ കഴുതയ്ക്ക് 33 ഒക്കെയാണ് ഓരോ ആയുസ്, പക്ഷേ സിംഹത്തിന് 12 വർഷമാണ് പറയുന്നത്. ആ 12 വർഷത്തിൽ 12 ദിവസം മതി എനിക്ക്, അതും വേണ്ട, എനിക്ക് ഒരൊറ്റ ദിവസത്തിൽ 1 മണിക്കൂർ മതി ഞാനിവിടെ നേരെയാക്കാനെന്നൊക്കെ നമ്മുടെ ശാലിനിയും വെല്ലുവിളിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി അകത്തേക്ക് കളക്ടറുടെ ചാർജ് എടുക്കുന്നതിനൊക്കെ അകത്തേക്ക് പോകുന്നുമുണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ ചന്ദ്രബോസും സുസ്മിത എങ്ങനെ ചിറ്റപ്പൻ ഒരു ACP അല്ലേ, ചിറ്റപ്പൻ അറിയാതെ ഒരു മരമണ്ടൻ ACP ആണോ, ചിറ്റപ്പൻ അറിയാതെ ഇതെങ്ങനെയാണ് അവളിവിടെ വന്നത്, അവൾ ആരാ ഇവിടെ ആക്കിയത്, നമുക്ക് തലവേദന ആയല്ലോ, അതാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ സുസ്മിത ഒരുപാട് പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട്, ഞാനും അറിഞ്ഞില്ല, നിന്നോട് ഇന്നലെ അയാളുടെ കസേര പോയപ്പോൾ ഞാൻ ഹാങ് ഓവർ എനിക്ക് ധാരാളം ഞാൻ വെള്ളം അടിച്ചു, അപ്പോൾ അതിൻ്റെ ഒന്ന് തലയ്ക്ക് പിടിച്ചിട്ട് ഇന്ന് രാവിലെയാണ് എനിക്ക് ബോധം ഉണ്ടായത്, അപ്പോൾ പിന്നെ ഞാൻ പൂർണ്ണമായിട്ട് അറിഞ്ഞില്ല ഇത് ആരാണ് വരുന്നതെന്ന്, അതാണ് എനിക്ക് പറ്റിയതെന്നൊക്കെ നമ്മുടെ ചന്ദ്രബോസും പറയുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കിട്ടാനുള്ള ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയെന്നും പറഞ്ഞ് ഇനി എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് സുസ്മിത എന്നൊക്കെ സുസ്മിതയെ ഉപദേശിക്കുന്നുണ്ട്.
അപ്പോൾ സുസ്മിത പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും വന്നാൽ എനിക്ക് രണ്ടാമത്തെ ഫസ്റ്റ് നമ്മുടെ ഇതിനിടയിൽ നമ്മുടെ ശാലിനിയും പറയുന്നുണ്ട്, സുസ്മിതയെ പരിചയപ്പെടുമ്പോൾ പറയുന്നുണ്ട്, ഇത് സെക്കൻഡ് ഇതിലേക്ക് സ്വാഗതം പറയുമ്പോൾ നമ്മുടെ ശാലിനി പറയുന്നത് അതിന് ഫസ്റ്റിൻ്റെ ക്ലൈമാക്സ് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ സുസ്മിതയെന്ന്. അപ്പോൾ സുസ്മിത അതും ഒന്ന് കേട്ട് ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ചന്ദ്രബോസ് പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും പരിചയപ്പെടാമെന്ന് പറഞ്ഞല്ലേ കളക്ടർ അകത്ത് പോയത്, നമുക്ക് പോയി പരിചയപ്പെട്ടിട്ടൊക്കെ വരാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കളക്ടറകത്ത് നമ്മുടെ സ്റ്റാഫുകളുമായിട്ടുള്ള സംസാരത്തിൽ പറയുന്നുണ്ട്, ഇന്നലെ ഇവിടുന്ന് പോയ നമ്മുടെ കളക്ടർ പാസ്സാക്കിയ അവസാനത്തെ ഇതെനിക്കറിയണം, അതൊരു ഇല്ലീഗൽ പ്രൊസീജിയറാണ്, അതെന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയണം. ആദ്യത്തെ എൻ്റെ ഓർഡർ ഇതിന് ഞാൻ പറയുന്നത് ഒരു ഓർഡർ ആക്കണം, അതാണ് എൻ്റെ ആദ്യത്തെ ഓർഡർ എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ സ്റ്റാഫുകളെടുത്ത് പറയുകയാണ്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ സ്റ്റാഫുകളെല്ലാം സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ശാലിനി ഓരോ പേപ്പേഴ്സ് ഇങ്ങനെ ഫയൽ നോക്കുന്നതാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ സുസ്മിതയും ചന്ദ്രബോസും കൂടെ പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് അകത്തേക്ക് പോവാം, അകത്തേക്ക് പോയി നമുക്ക് കളക്ടറെ അടുത്ത് പോകാമെന്നും പറഞ്ഞ് അവർ ഇവിടെ ഒരു സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ നേരെ ഒരു അനുവാദവും ഇല്ലാതെ ഡോർ തുറന്ന് അകത്തേക്ക് കയറുകയാണ്. പെട്ടെന്ന് ശാലിനി അവർ രണ്ടുപേരും ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഇങ്ങനെ കയറി വരുന്നതും ആയിട്ടാണ് ഇന്നത്തെ അല്ല നമ്മുടെ വിഷ്ണു ശാലിനി അയ്യേഴ്സിൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതാണ് ഇത്രയും ഇനിയിപ്പോൾ എന്തായാലും ഒരു അടിച്ചുപൊളി എപ്പിസോഡായിരിക്കും. വിഷ്ണു എന്തായാലും പുറത്തിറങ്ങും. ഇതെല്ലാം ശാലിനി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എല്ലാവരും ഇപ്പോൾ ചാനൽ കാണണേ, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക്